ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതം വീരത്തിന്റെയും വിശ്വസ്തയുടെയും പോരാട്ടങ്ങളെയും കഥകളാൽ സമ്പന്നമാണ്. അപ്പൊ അതിലെ ശക്തരായ രണ്ട് യോദ്ധാക്കളാണ് കർണനും അർജുനനും. പക്ഷെ എന്നാൽ ഒരു ചോദ്യം അവശേഷിക്കും, കർണനാണോ അർജുനനാണോ ഏറ്റവും ശക്തനായ പോരാളി എന്ന്. നമുക്ക് ആദ്യം അർജുനെ പറ്റി സംസാരിക്കാം, അതിനുശേഷം കർണനിലേക്ക് പോകാം. പഞ്ചപാണ്ഡവരിൽ മൂന്നാമനാണ് അർജുനൻ. അമ്പെയ്ത്ത് വിദഗ്ധനും ഗുരു ദ്രോണാചാര്യരുടെ പ്രിയപ്പെട്ട ശിഷ്യനുമാണ് നമ്മുടെ അർജുനൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഭഗവാൻ കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആത്മാർത്ഥ സുഹൃത്താണ് നമ്മുടെ അർജുനൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ അർജുനൻ എത്രത്തോളം ശക്തനാണെന്നുള്ളത്. കാര്യം ഭഗവാൻ കൃഷ്ണൻ തന്നെ അല്ലായോ ആത്മാർത്ഥ സുഹൃത്തായിട്ട് കൂടെയുള്ളത്. ഇനി നമുക്ക് കർണനെ പറ്റി സംസാരിക്കാം. സൂര്യപുത്രനായ കർണൻ ജനിച്ചുടൻ തന്നെ ഉപേക്ഷിക്കപ്പെടുകയും ഒരു സാരഥി കുടുംബത്താൽ എടുത്തു വളർത്തപ്പെടുകയാണ് ചെയ്തത്. കർണന്റെ ജീവിത കാലഘട്ടത്തിൽ സാമൂഹികപരമായ ഒരുപാട് അധിക്ഷേപങ്ങളും ഒഴിവാക്കലും എല്ലാം കർണൻ ഏറ്റിരുന്നു. അതുപോലെ തന്നെ പരശുരാമന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും കൂടിയായിരുന്നു കർണൻ എന്ന് പറയുന്നത്. കൂടാതെ കൗരവപക്ഷത്തിലെ ഏറ്റവും ശക്തനായ പോരാളിയായ ദുര്യോധനന്റെ ആത്മമിത്രം കൂടിയായിരുന്നു നമ്മുടെ കർണൻ. കർണന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പ്രതിരോധശേഷിയും അചഞ്ചലമായ വിശ്വസ്തതയായിരുന്നു. അനേകം തവണ അനീതിക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും തന്റെ മൂല്യങ്ങളെ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ കർണൻ മുതിർന്നിരുന്നില്ല. ഓരോ യുദ്ധങ്ങളിലും തന്റെ കഴിവ് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കർണൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏറ്റവും ശക്തനായ പോരാളി ആരാണെന്നുള്ളത്. എന്നിട്ടും കർണനെ കുരുക്ഷേത്ര യുദ്ധത്തിൽ തോൽപ്പിക്കുക തന്നെയാണ് ചെയ്തത്. ശരിക്കും അങ്ങനെ നേടിയ ജയത്തിനെ ഒരിക്കലും സത്യസന്ധമായി നേടിയ ജയമെന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. വല്ലപാട് നേടിയ വിജയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാര്യം കർണന്റെ ജീവൻ സംരക്ഷിച്ചുകൊണ്ടിരുന്ന കവചകുണ്ടലങ്ങൾ ചതിയിലൂടെ ഒഴിവാക്കുകയും പിന്നെ അതേപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളും അർജുനന് അനുകൂലമായി കൊടുക്കുകയും ചെയ്ത ഭഗവാൻ കൃഷ്ണന് ചതിച്ച് തന്നെയല്ലായോ കർണനെ തോൽപ്പിച്ചത്. എനിക്ക് ഒരു ചതിയിലൂടെ തന്നെ ആ രഥചക്രം മണ്ണിൽ കുടുങ്ങുകയും അത് ആ മണ്ണിൽ നിന്ന് പൊക്കിയെടുക്കാനായിട്ട് കർണൻ വരുമ്പോഴത്തേക്കാണ് കർണനെ അമ്പ് ചെയ്ത് അർജുനൻ കൊല്ലുന്നത്. അപ്പൊ തന്നെ ഊഹിക്കാലോ ഇവിടെയാണ് ഇതിന് നീതിയും ധർമ്മവും എന്നുള്ളത്. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂട്ടം തെറ്റിയവരെ ആക്രമിക്കാൻ പാടില്ല, ആയുധം ഇല്ലാത്തവരെ ആക്രമിക്കരുത്, കുതിരപ്പുറത്ത് വരുന്ന പടയാളികൾ കുതിരപ്പുറത്തുള്ളവരോടും ആനയുടെ പുറത്ത് വരുന്നവരോട് ആനപ്പുറത്തുള്ള പടയാളികളോട് മാത്രം യുദ്ധം ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും രഥം കുടുങ്ങിയ സമയത്തും അതിനൊരു കൺസിഡറേഷൻ കൊടുക്കാണ്ട് അവരൊറ്റ നിമിഷം കൊണ്ട് കൊന്നുകളയാനല്ലായിരുന്നു. ഇതെന്ന് തോന്നുന്നത് അർജുനനാണോ കർണനാണോ ഏറ്റവും ശക്തനായ പോരാളി എന്നത്.